ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു വെജ് കീമയുടെ റെസിപ്പി നോക്കിയാലോ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു വെജ് കീമയാണ്. ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം എല്ലാത്തിൻ്റെയും പറ്റിയ ഒരു കോമ്പിനേഷനാണ്. അതേപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടണ എന്തൊക്കെയാണ് മസാലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെച്ചുണ്ടാക്കണ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയാണ്. നല്ല തിക്ക് ഗ്രേവിയോട് എടുക്കണ ഒരു കറിയാണ്. അപ്പം നമ്മളിത് സോയ വെച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കണത്. അപ്പോൾ സോയ ഞാൻ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കേണ്ടത്. നമുക്ക് നേരം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ച് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് അവിടെ വെക്കാം. അപ്പം ഞാനിതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ച്, ഇപ്പോൾ ചെറുതായാലും വലുതായാലും സോയ ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് എടുക്കേണ്ട. അതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായി ഒന്ന് പച്ചവെള്ളം സാധാ നമ്മുടെ പച്ചവെള്ളം വെച്ചിട്ട് കഴുകി നന്നായി വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് അത്രയും പിഴിഞ്ഞ്, ഇതിപ്പോൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് എന്തോരം പിഴിഞ്ഞ് സാധനം പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറ്റണോടത്തോളം എക്കി പിഴിഞ്ഞ് നന്നായി വെള്ളം കളയാട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് 2 പ്രാവശ്യമായിട്ട് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് സോയയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒന്നും അരച്ചല്ല, ഭയങ്കരമായിട്ട് അരക്കരുത്, ഒരു പൊടി ഇങ്ങനെ തരിയോട് കൂടിയിട്ട് കേട്ടോ ഒന്ന് ഇതാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഓയിൽ ചെയ്താൽ മതി, പിന്നെ ഓയിൽ കുറച്ചധികം ഒഴിക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ഇത്തിരി ഓയിൽ ആഡ് ചെയ്യണം നല്ലത് കേട്ടോ. പിന്നെ ഓയിലിൽ ചെയ്താൽ മതി, വെളിച്ചെണ്ണയിൽ ചെയ്യണേറ്റും ടേസ്റ്റ് ഓയിലിൽ ചെയ്യുമ്പോഴാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ഞാൻ പറഞ്ഞ ഇത് ഞാൻ ഒരു സൈസ് വലിയ ഏലക്കായ എന്ന് പറയാം, അത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഉള്ളത് കാരണം ഞാൻ ആഡ് ചെയ്തു. പിന്നെ തക്കോലം വേണം, പിന്നെ ജീരകം വേണം, ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു പീസ് പട്ട ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പൊടി അതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തീ സിമ്മിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 2 സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നന്നായി ഒന്ന് കൊത്തി അരിഞ്ഞിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ആ ഓയിലൊന്ന് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യണത്. ഇതിൻ്റെ ഒന്നും മണം ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കാൻ പാടില്ല, എന്നാൽ എല്ലാത്തിൻ്റെയും മണം നോർമലായിട്ട് വേണം കേട്ടോ നമുക്കിത്. അപ്പോൾ 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി സവാളയുടെ കളറൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സവാള ഒന്ന് മൊരിഞ്ഞ് വരണം, ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരണം. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനൊരു വലിയ തക്കാളി 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 എടുത്താൽ മതി, നല്ല വലുതാണെങ്കിൽ. ചെറുതാണെങ്കിൽ 2 കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ തക്കാളി നന്നായിട്ടൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്യണത്. ഇതൊരു ഈ കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഇങ്ങനെ കുഴമ്പ് രൂപത്തിലിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചാറാകുമ്പോൾ നമുക്ക് ഈ തക്കാളിയിലും സവാളയിലും ഒന്ന് കടിക്കാൻ കിട്ടിയ കുഴപ്പമില്ല. പക്ഷേ ഇതാകുമ്പോൾ ഒരു ഇത്തിരി ഇങ്ങനെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നന്നായി കൊത്തി അരിയാൻ പറയണത്. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളി വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. തക്കാളിയുടെ പച്ചക്കുത്ത് പോകണം, നന്നായിട്ട് ഇളക്കി തക്കാളിയുടെ പച്ചക്കുത്ത് പോകണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി മൊരിഞ്ഞ് സവാളയും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 ഭാഗത്തേക്കൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ടീസ്പൂൺ കണക്കാണ് എല്ലാത്തിനും ഞാൻ പറയണത്. പിന്നെ അതേപോലെ ഒരു 1/4 ടീസ്പൂൺ
പട്ട പൊടിച്ചതും ആഡ് ചെയ്യുന്നുണ്ട്. പട്ട ഇപ്പോൾ പൊടിച്ചതില്ലെങ്കിലും കുഴപ്പമില്ല, മുഴുവനായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സൈഡിൽ കൊടുക്കാം ഒന്നും കൂടി ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിൻ്റെയൊക്കെ പച്ചക്കുത്ത് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായി പച്ചക്കുത്ത് പോകണം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഏത് കറി വെക്കാൻ വെച്ചാലും അങ്ങനെയാണ്. തക്കാളി ആയാലും നമ്മൾ ആഡ് ചെയ്യണ പൊടികളുടെ ആയാലും മസാലകളുടെ ഒക്കെ പച്ചക്കുത്ത് പോകണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തീ സിമ്മിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാട്ടെ. ഇതൊന്ന് തീ സിമ്മിൽ തന്നെ മറക്കരുത്, അടച്ച് വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട. ഇപ്പോൾ ഏകദേശം ഒന്ന് ഇതായി വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ആദ്യം ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറിന് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നേരം എടുക്കുമ്പോൾ ഇതാവണ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കാശ്മീരി മുളക് ആഡ് ചെയ്തത്. ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഒന്ന് സിമ്മാക്കിയിട്ട് ഇതിലേക്കതിന് ശേഷം നമുക്കിതിലേക്ക് ഇത്തിരി പുളിയുള്ള തൈര്, ഭയങ്കര പുളിയല്ല, ചെറിയൊരു പുളിയുള്ള തൈര് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഇതിൽ കിടന്ന് തീ സിമ്മാക്കിയിട്ട് മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അത് മറക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല, അത്രയും നന്നായി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെ ഒരു പെട്ടെന്നൊരു ടേസ്റ്റ് മാറും ഈ കറിയുടെ. അപ്പോൾ തീ സിം ചെയ്തതിന് ശേഷം മാത്രം തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നന്നായി ഇളക്കണം. ആ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ, വെളിച്ചെണ്ണയല്ല നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് വരും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ട അത് ഇങ്ങനെ ഒന്ന് തിളച്ച് ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നതിന് ശേഷം ഇതിൽ ഒരു 1/2 ഗ്ലാസ് ഗ്രീൻ പീസ്, ഇപ്പോൾ ഏത് ഗ്രീൻ പീസ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ, ഞാൻ മീൻസ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ്. 1/4 ഗ്ലാസ് മതിയിട്ട്, അധികം ആവണ്ട. ആ ഗ്രീൻ പീസ് എന്തായാലും ആഡ് ചെയ്യണം. അതാണ് ഈ കറിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആ ഗ്രീൻ പീസും സോയയും കൂടിയുള്ള കോമ്പിനേഷനാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഗ്രീൻ പീസ് മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അഥവാ നമ്മൾ മറന്നുപോയി ഗ്രീൻ പീസ് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി. കുക്കറിൽ ഭയങ്കരമായിട്ട് ഗ്രീൻ പീസ് വേവരുത്, കടിക്കാൻ കിട്ടണം. എന്നിട്ട് അതിന് ശേഷം ഒന്ന് അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള സോയ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആരും കാണണമെന്നില്ല, വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. നിങ്ങൾ എന്താ പറയുക, ഞാൻ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് അധികവും പോസ്റ്റ് ചെയ്യാറ്. അപ്പം നിങ്ങളൊക്കെ കണ്ടാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാനും തോന്നുള്ളൂ, പിന്നെ മുന്നോട്ട് എനിക്ക് പോകാനും പറ്റുള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ കറി ഇത് സോയയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തീ സിമ്മിൽ തന്നെ, പെട്ടെന്ന് ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. മീൻസ് അധികം വെള്ളമുള്ള ഇതൊന്നുമല്ല, നമ്മൾ സോയയിലത്തെ വെള്ളമൊക്കെ മുഴുവൻ പിഴിഞ്ഞ് കളഞ്ഞതാണ്. അപ്പോൾ തീ സിമ്മിൽ തന്നെ ഫുള്ളിലാക്കണ്ട. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ തുറന്നൊന്ന് മറക്കരുത്, അവിടെ വെച്ചിട്ട് പോവരുത്, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ആ നമ്മുടെ എന്താ പറയുക, മസാലയിലൊക്കെ ഒന്ന് കിടന്നൊന്ന് മൊരിയിച്ചെടുക്കണം. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചില കറികൾ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ മസാലയിൽ ഗ്രീൻ പീസ് ആയാലും സോയ ആയാലും കിടന്ന് വല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിപ്പോവാനാണ്. അപ്പോൾ ഒരു ടേസ്റ്റും മാറും. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം, ഞാനിപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഒപ്പം ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളം കേട്ടോ. വെള്ളം അധികം ഒഴിക്കരുത്, പിന്നെ അത് സോയ പെട്ടെന്ന് വെള്ളം കുടിക്കുന്ന കാര്യമാണല്ലോ. അതിപ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുക.
ഒരു ഗ്ലാസ്സിൽ കൂടുതൽ ആവരുത്. അപ്പോൾ ആ ഗ്രേവിയിലൊന്ന് കിടന്ന് ഒന്നുകൂടി അതുമ്മ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യണം കേട്ടോ. വെള്ളം എന്തായാലും ഒഴിക്കണം, അല്ലാണ്ട് അത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളത്തിലൊന്ന് കിടന്ന് തിളച്ചിട്ട് പിന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇങ്ങനത്തെയൊക്കെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ഒന്ന് ഈ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇനി നന്നായി ഒന്ന് തിളപ്പിക്കണം, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നോക്കുമ്പോൾ ദൈവമേ ഇതെന്തൊരു പാടാന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടാണ് ഞാനിത് സോയ വേവിച്ചെടുത്തെങ്കിൽ നമ്മളത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഗ്രീൻ പീസിലും ഞാൻ ഉപ്പിട്ടിട്ടാണൊന്ന് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കുക, എന്നിട്ട് ആഡ് ചെയ്ത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ആ വെള്ളത്തോട് കൂടി ഗ്രേവി ഉള്ളപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് അവിടെ ഇവിടെയും പിടിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ള കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കൊന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് വേവട്ടെ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി തുറന്ന് വെച്ചിട്ട് മീൻസ് മൂടി മാറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നന്നായി ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ആ വെള്ളം ഫുള്ളും വറ്റിച്ച് എടുക്കണം. പിന്നെ എന്തിനാ വെള്ളം ആഡ് ചെയ്തതെന്നുള്ള തോന്നൽ നമുക്ക് വരും. പക്ഷെ ആ വെള്ളം ആഡ് ചെയ്യണം, എന്നാലാണ് ഒന്നൊരു കുഴമ്പ് പോലെയായിട്ട് ആ ഗ്രേവി ഒന്നും കൂടി അതിൽ പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ച വെള്ളം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് വറ്റും ചെയ്യും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം നമ്മളത് ഡ്രൈ ആക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ലാസ്റ്റായിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ലാസ്റ്റ് വേണം മസാല കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം അവിടെ അടച്ച് വെക്കുക കേട്ടോ. അതിന് ശേഷം തുറന്നിട്ട് ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു 2 വലിയ വെളുത്തുള്ളിയായിരുന്നു എൻ്റെ കയ്യിലുള്ള, അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ടും വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഡെക്കറേഷന് മാത്രമല്ല, അതൊന്നും നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരും. അപ്പോൾ അതൊക്കെ കടിക്കാനും കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത്, അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇപ്പം നല്ല കണ്ട തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.